സോ ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കളിയിൽ നിന്നാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ 10 ഓവറിനാണ് കളിക്കുന്നത്. എൻ്റെ ഇഷ്ടം പൂനെ സ്റ്റേഡിയം ആയതുകൊണ്ട് നമ്മൾ പൂനെയിൽ കളിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഹെഡ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയാണ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ബോളിംഗ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്ര പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും 10 വിക്കറ്റ് വീഴ്ത്താൻ നോക്കാം. ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഭുവനേശ്വർ കുമാറിനാണ് ബോളിങ്ങിനായിട്ട് സ്റ്റാർട്ടിങ് ഓവറിനിട്ടേക്കുന്നത്. ഓപ്പണിംഗ് ആയിട്ട് ട്രാവിസ് ഹെഡും ഡേവിഡ് വാർണറുമാണ് ഓപ്പണിംഗ് വന്ന്. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ബോളാണ് എറിയുന്നത്. അതും 38.4 പെർ അവറിലാണ്. സെക്കൻഡ് ബോൾ നമ്മൾ യോർക്കറായിട്ടാണ് എറിയുന്നത്. കമന്ററിക്കാരെ വെക്കണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ 5th ബോൾ എറിയുകയാണ്. വിക്കറ്റ് ബോൾഡ്. നമ്മുടെ ഫസ്റ്റ് വിക്കറ്റ് ഡേവിഡ് വാർണറിൻ്റെ ആണ്. റിവ്യൂ കാണണമെങ്കിൽ ഇപ്പോൾ കാണിക്കാം. അടുത്തതായിട്ട് സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓവറിന് ലാസ്റ്റ് ബോൾ എറിയുകയാണ്. ഭുവനേശ്വർ കുമാറിന്റെ സ്പെല്ലിൽ ഇങ്ങനെ തീർച്ചയായിരിക്കുന്നു ഫസ്റ്റ് ഓവറിൽ 2 റൺ ആൻഡ് 1 വിക്കറ്റ്. ബോളിംഗ് ചെയ്ത് എനിക്ക് ബോളിംഗ് പണ്ട് തൊട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓട്ടോ പ്ലേ ഫോർ 5 ഓവേഴ്സ്. 6 ഓവർ വീണ്ടും സ്പെല്ലായതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ബാറ്റിംഗ് കിട്ടാൻ നമ്മൾ വീണ്ടും ഓട്ടോ പ്ലേ എടുക്കും. അങ്ങനെ അവർ 86 റൺസിൽ 4 വിക്കറ്റ് കളഞ്ഞിരിക്കുന്നു. നമുക്ക് 87 ആണ് ടാർഗറ്റ്. നമ്മൾ ഓപ്പണിംഗ് ഇഷാൻ കിഷനെ സൂര്യകുമാർ യാദവിനെ ഇഷാൻ കിഷനെ വെച്ചിരിക്കുന്നു. ഫസ്റ്റ് ബോളിംഗ് മിച്ചൽ സ്റ്റാർക്കാണ്. ഫസ്റ്റ് ബോൾ നമ്മൾ അബൌട്ട് ഓൺ ദ 6 ഓഫ് സൈഡിലായിട്ടാണ് അടിച്ചേക്കുന്നത്. നമ്മൾ വീണ്ടും ഓഫ് സൈഡിലായിട്ട് അടിച്ചേക്കുന്നത്. ഓൺ സൈഡിലോട്ട് അടിക്കാം.
നമ്മുടെ ഫസ്റ്റ് ഓവർ നല്ല സ്പെല്ലിലാണ് തീർന്നിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ അണ്ണാക്കി വെച്ച് കൊടുത്തെന്ന് തോന്നുന്നു. 28 റൺ ഫസ്റ്റ് ഓവർ. എനിക്ക് പണ്ട് തൊട്ടേ കളി ഫിനിഷ് ചെയ്യാൻ ഇഷ്ടമല്ല, ഇങ്ങനെ കൊട്ടിക്കളി. നമ്മൾ 76 2 വിക്കറ്റ് കളഞ്ഞിരിക്കുകയാണ്. 24 ബോളിൽ 11 റൺ വേണം ജയിക്കാൻ. ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറാണ് സ്ട്രൈക്ക്. ഔട്ട് ഓഫ് ദ സ്റ്റേഡിയം തോന്നുന്നു. നമുക്കിനി വേണം 23 ബോളിൽ 5 റൺ. നമ്മുടെ ഏതൊക്കെ സൈഡിലോട്ട് അടിച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സ്പേസിലാണ് ഇന്ത്യ അടിച്ചിട്ടേക്കുന്നത്. പാർട്ട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ലെവൽ പാർട്ട്ണർഷിപ്പ് വന്നേക്കുന്നത് ഇഷാൻ കിഷനും ഋഷഭ് പന്തുമായിട്ടാണ്. 12 ബോളിൽ 23 റൺസാണ് അവരടിച്ചിട്ടേക്കുന്നത്. നമുക്കിനി 5 റൺ വേണം ജയിക്കാൻ. ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് ബോളിൽ 6 അടിക്കാൻ. വി വിൽ ഫിനിഷ് ദാറ്റ് ഗെയിം. ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലല്ലോ, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് വിടാൻ. ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തല്ല. അങ്ങനെ നമ്മൾ ഇന്ത്യ won 8 wickets. Thank you for watching this video. Tata bye bye.